ഹലോ, ഡോക്ടർ ആമിനാണ്. ഈ അടുത്തായിട്ട് എനിക്ക് വരുന്ന കേസുകളിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. എനിക്കിത് വലിയ അത്ഭുതമൊന്നുമല്ല, എന്നാൽ കൂടി കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്ന കേസിൽ സ്ട്രെസ് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവർക്ക് സ്ട്രെസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ആണ്. ഒരു 20 years കഴിഞ്ഞിട്ടായിരിക്കും സ്ട്രെസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ മാരേജ് ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു സ്ട്രെസ് അവർക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുമ്പോൾ വരുന്നൊരു സ്ട്രെസ് ഇവർ ആരുമായിട്ടും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ അവരുടെ കുട്ടി ഉണ്ടാകുമ്പോൾ വരുന്ന സ്ട്രെസ്, ഇതെല്ലാം കൂടി വന്നിട്ട് സ്ത്രീകൾക്ക് മെയിൻ ആയിട്ടുണ്ടാകുന്ന ഇഷ്യൂ ആണ് ഹൈപ്പോതൈറോയിഡിസവും അതുപോലെ തന്നെ വെയിറ്റ് ഗെയിനും PCOD, അതായത് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ പിന്നെ ഒരു ഈവൻ 50 വയസ്സായ സ്ത്രീകളോട് പോലും സംസാരിച്ച് വരുമ്പോൾ ഞാൻ അവരുടെ 25ലേക്ക് പോയി അവരുടെ സ്ട്രെസ്സിനെ കുത്തിപ്പൊക്കി അവിടെ എന്തൊക്കെയാണ് നടന്നത്, ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു ഹോർമോൺ ഇംബാലൻസ് വരാൻ കാരണമായതും നിങ്ങളുടെ വെയിറ്റ് ഇങ്ങനെ ആവാൻ കാരണമായതും ഹൈപ്പോതൈറോയിഡിസത്തിന് ഇത്ര നാൾ മരുന്ന് കഴിക്കേണ്ടത് കാരണമായെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറ്. അപ്പോൾ ഇവരുടെ സ്ട്രെസ് ഇഷ്യൂസ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ തെറാപ്പി എടുത്തിട്ടുണ്ടോ? അയ്യോ, അതിനു വേണ്ടിയുള്ള പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഈ അയ്യോ എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾക്കൊരു പനി വരുമ്പോൾ നിങ്ങൾ പാരസെറ്റാമോൾ കഴിക്കില്ലേ? ഒറ്റയ്ക്കാണെങ്കിൽ കൂടി കഴിക്കില്ലേ? പക്ഷേ മനസ്സിന് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തവരാണ് ഭൂരിഭാഗം ആളുകളും. വളരെ കുറച്ച് ആളുകൾക്കായിരിക്കും സെൽഫ് സ്ട്രെങ്തനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന സമയങ്ങളിൽ ഇന്നത്തെ കാലത്തെങ്കിലും തെറാപ്പി എടുക്കാനും മനസ്സിനെ ട്രീറ്റ് ചെയ്യാനും നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസ് ക്ഷണിച്ചു വരുത്താതിരിക്കാനും ഓരോ സ്ത്രീയും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആരോഗ്യം നന്നായി സംരക്ഷിക്കുക. ആരോഗ്യം സമാധാനമുള്ള മൈൻഡും ബോഡിയും ഉണ്ടാവട്ടെ നിങ്ങൾക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.